നമസ്കാരം. ഞാൻ ജയപ്രകാശ്. പത്തനംതിട്ട ജില്ലയിൽ അയിരൂർ വില്ലേജിൽ മൂക്കന്നൂർ എന്ന സ്ഥലത്ത് താമസം ആക്കി 6 മാസമേ ആയിട്ടുള്ളൂ. ഇവിടുത്തെ അയിരൂർ പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൻ്റെ ഒരു പടമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് മധ്യ തിരുവിതാംകൂറിൽ. അതായത് കോഴഞ്ചേരിക്കടുത്ത് ഉള്ള ഈ ക്ഷേത്രം റാന്നിക്ക് പോകുന്ന വഴിക്കാണ് അയിരൂർ പുതിയകാവ് ദേവീ ക്ഷേത്രം. ശബരിമല മണ്ഡലകാലത്ത് ധാരാളം അയ്യപ്പ ഭക്തന്മാർ ഇതുവഴി കാൽനടയായി വന്ന് ഇവിടെയൊക്കെ വിരിച്ച് താമസിക്കുകയും അടുത്ത ദിവസം തൊഴുത് കുളിച്ച് പോവുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്ത് പമ്പയാർ ഒഴുകുന്നുണ്ട് വിശാലമായിട്ട്. അതുകൂടാതെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരുന്ന പാതയാണ് ഇത്. ഒരു ദിവസം തിരുവാഭരണം അവിടെ നിന്ന് പന്തളത്ത് രാജകുടുംബത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, രാജകൊട്ടാരത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ രാജാവിൻ്റെ അകമ്പടിയോടെ ഇവിടെ വന്ന് ഒരു ദിവസം പുലർച്ചെ വരെ തിരുവാഭരണം ഇവിടെ ദർശനത്തിനായിട്ട് വെക്കും. അത് ധാരാളം ഭക്തജനങ്ങൾ വന്ന് തൊഴുത് പോകുന്ന സ്ഥലമാണ്. ഇവിടെ നല്ല വിശാലമായ ഓഡിറ്റോറിയം എല്ലാം ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ പറയുവാനുള്ള മറ്റൊരു കാര്യം, എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും പറയുമ്പോൾ അതിനകത്ത് ഒരു മറുവശം കൂടി ഉണ്ടാകും. ഇവിടുത്തെ ടോയ്ലറ്റ് കോംപ്ലക്സാണ് ഈ കാണുന്നത്. ഈ ടോയ്ലറ്റ് കോംപ്ലക്സ് ആണ് ഈ കാണുന്നത്. ഇത് എൻ റൂട്ട് ശബരിമല ടു ഡിസ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പത്തനംതിട്ട ബോർഡാണ് വെച്ചിരിക്കുന്നത്. അത് എൻ റൂട്ട് ശബരിമല നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ചിലപ്പോൾ ഇവിടെ വലിയ ടാങ്കും നല്ല ലോക്ക് ടൈലൊക്കെ ഇട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം എനിക്ക് കാണിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശോച്യാവസ്ഥയാണ്. കണ്ടോ, ഇത് ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇതാണ്. ഇവിടെ വെള്ളം വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെള്ളം എന്തായാലും ഭാഗ്യത്തിന് വരുന്നുണ്ട്. കാരണം പമ്പയാർ അടുത്തുള്ളതുകൊണ്ട് അവർക്ക് ആറ്റിൽ നിന്ന് വെള്ളം പൈപ്പ് ചെയ്തെടുക്കാമായിരിക്കാം. മറ്റ് ബാത്റൂമുകളൊക്കെ ലോക്ക് പോലും ഇല്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വൃത്തിഹീനമായിട്ട് വളരെ, അത് തുറന്നാൽ തന്നെ നമുക്കൊന്ന് നോക്കാവുന്നതേ ഉള്ളൂ. തുറന്ന് നോക്കാം. കാരണം ഞാൻ ക്ഷമിക്കുക, കാരണം ഇങ്ങനെ തുറക്കാനൊക്കെ ഉള്ളൂ. ഇത് കണ്ടോ, വൃത്തിയാക്കാതെ വെച്ചിരിക്കുന്ന ടോയ്ലറ്റ് ബാത്റൂമുകൾ. കൂടാതെ ഇവിടെയുണ്ട് ലോക്കെല്ലാം നാശമാക്കി കളഞ്ഞ് വൃത്തിഹീനമായ ടോയ്ലറ്റ് ബാത്റൂം. ആദ്യം വന്നാൽ തന്നെ ഇത് രണ്ട് കണ്ടു കഴിഞ്ഞാലും ആ ഒരു സ്ത്രീജനങ്ങൾ പോയിരുന്ന് അവരുടെ പ്രഥമ കാര്യങ്ങൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മടിക്കും. ഇത് കുത്തിയിരുന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അവിടെ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ വെച്ചിട്ടുണ്ട്. ഇവിടെ ലോക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതെല്ലാവർക്കും പറ്റത്തില്ല. മറ്റതൊക്കെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം കാണുന്നുണ്ട്, അത് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇവിടുത്തെ ദേവസ്വത്തിലെ അധികാരികൾ, ജോലിക്കാരുൾപ്പെടെ എല്ലാവർക്കും ഇത് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെങ്ങനെ നമ്മൾ ശുചിമുറികൾ വൃത്തിയായി വെക്കുന്നു, അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയും വെക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ദേവസ്വത്തിന് ഇവിടെ ഫണ്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ അടുത്തിടെ ഒരു വിവാഹം നടന്നപ്പോൾ 23,000 രൂപയാണ് അവർ റിസിറ്റ് എഴുതിയത്. ഈ സ്റ്റേജിനും ഈ കാണുന്ന ഈ ഇരിപ്പിട സൗകര്യത്തിനും പിന്നെ അപ്പുറത്തുള്ള ഊട്ടുപുര, അത് നമ്മൾ ബുക്ക് ചെയ്യുന്ന അങ്ങേയറ്റം കാണുന്ന ഓട് ഉയരത്തിൽ കാണുന്ന ഇതിനുൾപ്പെടെ. അതുകൂടാതെ ഇവിടെ പല കാര്യങ്ങൾക്കും, അതായത് ഈ പട്ടികൾ 2 പേര് ഇപ്പോഴും ഇതിനകത്തുണ്ട്. അത് നമുക്ക് വലുതായിട്ട് പ്രശ്നം വരുന്നില്ല, കാരണം ഇത് അപകടകാരികളായ പട്ടികളൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ പലരും പക്ഷേ എന്നാൽ പരാതി ഉണ്ടാകാം ചിലർക്കൊക്കെ. ഈ ദേവീ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വെളിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് തോന്നും. പക്ഷേ ഇതുപോലുള്ള ശുചിമുറി പോലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ദേവസ്വത്തിൻ്റെ ഈ അമ്പലത്തിനെ വളരെയധികം ബാധിക്കും, ഭക്തജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. എന്തായാലും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിചാരിക്കുന്നു ദേവസ്വം അധികാരികൾ. പിന്നെ ഇവിടെ ഊട്ടുപുരയോട് ചേർന്നുള്ള കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ധാരാളം പേർക്ക് ഇരിക്കാവുന്ന ഊട്ടുപുരയാണ്. ഇതാണ്, ഇവിടെ വെച്ചാണ് വിവാഹമൊക്കെ നടത്താൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെടട്ടെ. അതുവരേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുംബൈ മലയാളി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി വരുന്നവരെ. എല്ലാവർക്കും